ഇന്ത്യയിലെ എല്ലാ പ്രദേശങ്ങളിലും കോൺഗ്രസ് പ്രവർത്തകന്മാരും നമ്മുടെ സ്ഥാനാർത്ഥികളും ഈ മാനിഫെസ്റ്റോ നരേന്ദ്രമോദിക്ക് അയച്ചു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ മാനിഫെസ്റ്റോയിൽ പറയാത്ത കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് രാജ്യത്ത് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി തിരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടുക എന്ന മാത്രം ലക്ഷ്യം വെച്ച് കള്ളപ്രചരണം നടത്തുകയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ചെയ്യുന്നത്. ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല, പക്ഷേ ഇത് ഇത്രയും ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ കൊണ്ടെത്തിച്ചത് ആദ്യമായിട്ടാണ്. ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ പ്രസംഗം നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാം. അദ്ദേഹം പറഞ്ഞ പ്രസംഗം എന്താണ്? ഇന്ത്യയുടെ സമ്പത്ത് എല്ലാവർക്കും തുല്യമായി എത്തത്തക്കവണ്ണമുള്ള സംവിധാനം ഉണ്ടാക്കണമെന്നാണ് മൻമോഹൻ സിംഗ് പറഞ്ഞത്. സബ്കാ സാത്തും സബ്കാ വികാസും പറഞ്ഞ ആളുകളാണ് ഇപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത്. എന്താണ് സബ്കാ സാത്ത് സബ്കാ വികാസ്? അതുതന്നെയാണ് മൻമോഹൻ സിംഗ് പറഞ്ഞത് വർഷങ്ങൾക്ക് മുമ്പ്. ഇന്ത്യയുടെ സമ്പത്ത് പൊതുവായിട്ട് എല്ലാവർക്കും തുല്യമായിട്ട് വീതിച്ച് കിട്ടണം, അർഹതപ്പെട്ടവർക്ക്. അതിനെയാണ് വ്യാഖ്യാനിച്ച് കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം, അത് നുഴഞ്ഞുകയറ്റക്കാർ എന്ത് സബ്കാ സാത്ത് സബ്കാ വികാസാണ് അദ്ദേഹം പറയുന്നത്? അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് പ്രകടന പത്രികയുടെ കോപ്പി പ്രധാനമന്ത്രിക്ക് ഇന്ത്യയിലെമ്പാടും ഉള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികളും കോൺഗ്രസ് പ്രവർത്തകരും അയച്ചു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. 1,00,000 പേർ ഒപ്പിട്ട നിവേദനം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്കും ഞങ്ങൾ സമർപ്പിക്കും. പ്രധാനമന്ത്രിക്ക് കള്ളം പറയാൻ അധികാരം ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിട്ടുണ്ടോ? എല്ലാ കാര്യത്തിലും ഇടപെടേണ്ട ഇലക്ഷൻ കമ്മീഷൻ ഇക്കാര്യത്തിൽ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ. വാട്ട് ഡു യു മീൻ ബൈ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ? അത് ഉറപ്പാക്കേണ്ട ഇലക്ഷൻ കമ്മീഷൻ എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ നടപടിയെടുക്കുന്നില്ല? ഇത്രയും ഹേറ്റ് സ്പീച്ചിൻ്റെ ചരിത്രത്തിൽ, വിദ്വേഷ പ്രസംഗത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ഭീകരമായ വിദ്വേഷ പ്രസംഗം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നടത്തുമ്പോൾ അതിനെതിരെ ഇലക്ഷൻ കമ്മീഷൻ എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നത്? ഞങ്ങൾക്കറിയാൻ താല്പര്യമുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യയിലെ ജനങ്ങളെ വിഭജിപ്പിച്ച് പരസ്പരം കലഹിപ്പിച്ച് വികാരം ആളിക്കത്തിച്ച് കള്ളത്തിലൂടെ, നേരായ കാര്യത്തിലൂടെയല്ല, കള്ളപ്രചരണത്തിലൂടെ വികാരം ആളിക്കത്തിച്ച് തിരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കാൻ ശ്രമിക്കുകയാണ്. ഈ തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനമാണ്. രാജ്യത്തെ ജനങ്ങളെ വർഗീയമായി ചേർത്തിരിക്കാൻ വേണ്ടിയുള്ള പരസ്യമായ കലാപാഹ്വാനമാണ്. ഇത്രയും ലോലവലായിട്ടുള്ള ഒരു പ്രസംഗം പ്രൈം മിനിസ്റ്ററെ പോലുള്ള ഒരാൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പിൽ 10 വോട്ട് കിട്ടാൻ വേണ്ടി നമ്മുടെ രാജ്യത്തിൻ്റെ സെക്യുലർ ഫാബ്രിക്സിനെ കടന്നാക്രമിക്കുക എന്നതുള്ളതാണ്. തിരഞ്ഞെടുപ്പ് ഇന്ന് വരും, നാളെ കഴിയും. പക്ഷേ ഈ രാജ്യത്തിലെ ജനങ്ങൾ ഒന്നിച്ച് ജീവിക്കേണ്ടവരാണ്. ഏതിൻ്റെ പേരിലായാലും ഒന്നിച്ച് ജീവിക്കേണ്ടവരാണ്. പ്രാദേശികമായിട്ടുള്ള വികാരങ്ങൾ ഉണർത്തുക, ജാതിപരമായ മതപരമായ വികാരങ്ങൾ ഉണർത്തുക. ഇതൊരു ഏറ്റവും വലിയ കോൺസ്റ്റിറ്റ്യൂഷണൽ പവറിലിരിക്കുന്ന ആളാണ്, പൊസിഷനിലിരിക്കുന്ന ആളാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് കാണുമ്പോൾ അങ്ങേയറ്റത്തെ പ്രതിഷേധമുണ്ട്. രാജ്യവ്യാപകമായി കോൺഗ്രസ് ഇത് ഏറ്റെടുക്കാൻ പോവുകയാണ്. ഇത്തരം വിദ്വേഷ പ്രസംഗത്തിൽ നമ്മുടെ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നല്ല രീതിയിൽ നടത്തണം. അപ്പോൾ തെരഞ്ഞെടുപ്പ് നല്ല രീതിയിൽ നടന്നാൽ തങ്ങൾ ജയിക്കില്ല എന്ന് ഉറപ്പായപ്പോൾ ഫസ്റ്റ് ഫേസ് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ ബോധ്യപ്പെട്ടു അവർക്ക് കാറ്റെങ്ങോട്ടാണെന്ന്. ആ ഫസ്റ്റ് ഫേസ് ഇലക്ഷൻ്റെ റിപ്പോർട്ടിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും വളരെ താഴ്ന്ന നിലയിലുള്ള ജനങ്ങളെ പോളറൈസ് ചെയ്യുന്ന, ഡിവൈഡ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റുമായി പ്രസംഗവുമായി അദ്ദേഹം വന്നിരിക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ കഴിയുന്നവരാണ് ഇന്ത്യ രാജ്യത്തിലെ ജനങ്ങൾ. അത് അങ്ങേയറ്റത്തെ ദൗർഭാഗ്യകരമായ കാര്യമാണ്. അതുപോലെ ഞാൻ പറഞ്ഞു, റിപ്പീറ്റ് ചെയ്യാണ്, ഞങ്ങൾ കോൺഗ്രസ് പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻറ്റ് തേടിയിരിക്കുകയാണ് ഈ മാനിഫെസ്റ്റോ അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരും ഇൻക്ലൂഡിംഗ് പാർലമെൻറ്റ് കാൻഡിഡേറ്റ്സ്, വി വിൽ സെൻഡ് ദ മാനിഫെസ്റ്റോ ടു ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. അറ്റ്ലീസ്റ്റ് ആദ്യം അദ്ദേഹം ഒന്ന് വായിച്ചു നോക്കട്ടെ. നിങ്ങൾക്കും വായിച്ചു നോക്കാം ഞങ്ങളുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം 5 ഗ്യാരണ്ടികളാണ്.
കർണാടകത്തിലും തെലങ്കാനയിലും പ്രഖ്യാപിച്ച് നടപ്പിലാക്കി കാണിച്ചു കൊടുത്ത ഗ്യാരണ്ടികൾ. 30 ലക്ഷം ജോലി ഇന്ത്യ രാജ്യത്ത് വേക്കൻ്റാണ്. 30 ലക്ഷം സർക്കാർ ജോലികൾ വേക്കൻ്റാണ്. നിങ്ങളറിയോ, ഇന്ത്യ രാജ്യത്ത് 10 കൊല്ലം നരേന്ദ്രമോദി ഭരിക്കുമ്പോൾ 30 ലക്ഷം സർക്കാർ ജോലികൾ വേക്കൻ്റാണ്. ഇവിടുത്തെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരൻ ഒരു തൊഴിലിന് വേണ്ടി മഴയെ കാക്കുന്ന വേഴാമ്പലിനെ പോലെ കാത്തിരിക്കുകയാണ് ഒരു തൊഴിൽ കിട്ടാൻ വേണ്ടി. അപ്പോൾ 30 ലക്ഷം തൊഴിലവസരങ്ങൾ വേക്കൻ്റാക്കി വെച്ചിട്ടാണ് നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ഞങ്ങളുടെ ഫസ്റ്റ് ഡിമാൻഡ് ആ 30 ലക്ഷം വേക്കൻസിയും നടപ്പിലാക്കുന്നുള്ളതാണ്. അതിന് ഞങ്ങൾ വെറുതെ പറയുന്നതല്ല. തെലങ്കാനയിൽ ഞങ്ങളിത് പ്രസംഗിച്ചു, നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം. 30,000 വേക്കൻസികളാണ് തെലങ്കാനയിൽ 4 മാസത്തിനുള്ളിൽ സർക്കാർ വേക്കൻസികളാണ് ഞങ്ങൾ ഫില്ല് ചെയ്തിരിക്കുന്നത്. 30,000 ചെറുപ്പക്കാർക്കാണ് ജോലി കൊടുത്തിരിക്കുന്നത്. ആർക്കും വെരിഫൈ ചെയ്യാം. ചെറുപ്പക്കാർക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ ഉണ്ടാക്കി കൊടുക്കും, അവർക്ക് അതിനു വേണ്ടിയുള്ള അവസരങ്ങൾ കൊടുക്കും. മാനിഫെസ്റ്റോയിൽ പറഞ്ഞ വാചകമാണ്. ആ കാലയളവിൽ 1 ലക്ഷം രൂപ സ്റ്റൈപ്പൻഡ് കൊടുക്കും ഒരു ചെറുപ്പക്കാരനെ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ. ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാഗ്ദാനം വനിതകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് മഹാലക്ഷ്മി പദ്ധതി. ഓരോ പാവപ്പെട്ട വീട്ടിലെ സ്ത്രീക്കും 1 ലക്ഷം രൂപ വീതം ഒരു വർഷം. ഇപ്പോൾ കർണാടകത്തിൽ 2,000 രൂപ വെച്ച് മാസം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് 1 ലക്ഷം രൂപ ദേശീയ തലത്തിൽ ഞങ്ങളൊരു കുടുംബത്തിലെ ഒരു മഹിളക്ക് കൊടുക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ മാനിഫെസ്റ്റോയിലെ പറഞ്ഞ കാര്യങ്ങൾ. പിന്നെ കൃഷിക്കാരന് നിങ്ങൾ കൊടുത്ത ഉറപ്പാണ്, മോഡി 2014 കൊടുത്ത ഉറപ്പാണ്. അവരുടെ വരുമാനം ഇരട്ടിയാക്കും. ഇന്ന് വരെ നടപ്പിലാക്കിയിട്ടില്ല. മാത്രമല്ല, അതിനുവേണ്ടി സമരം ചെയ്യുന്ന കൃഷിക്കാരനെ വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത്.